അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ദീനിയാത്ത് അഖ്ലാഖ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു ഇന്ന്. ഒന്നാമത്തത് ഉത്തരം പറയാം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഉസ്താദുമാരെ കേൾപ്പിക്കുകയാണ് വേണ്ടത്. നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലണം എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. മൂന്നാമത്തത്, നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതിന് ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നത് ആരാണ്? ഉപ്പയാണ്. നാലാമത്തത്, 10 മാസത്തോളം നമ്മെ ഗർഭം ധരിച്ച് പ്രസവിച്ചു ആര്? ഉമ്മ. അഞ്ചാമത്തത്, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ആറാമത്തത്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്നലെ ദീനിയാത്ത് അഖ്ലാഖിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് വരിക എന്ന് വിശാലമായി ചർച്ച ചെയ്ത വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ പരീക്ഷയിൽ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു സെഷൻ അൽ ഇംലാഉ, കേട്ടെഴുത്താണ്. ഇവിടെ താഴെയുള്ള വാക്കുകൾ ഉസ്താദുമാര് പറയും, അത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ വാക്ക് ലഫ്ദഉൻ. ലഫ്ദഉൻ, ഈ വാക്ക് കൃത്യമായി ആ ഷീറ്റിൽ എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് യസൂമു. യസൂമു. മൂന്നാമത്തത് ലാ തദ്രിബ്. ഇത് മൂന്നും അറബി വാക്കുകളാണ്. ആദ്യം നമ്മൾ തഫ്ഹീമു തിലാവ അറബി കിതാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഇനി അടുത്തത് പൊങ്ങച്ചം പാടില്ല. ഇത് അറബി മലയാളം ദുറൂസ് അറബി മലയാളത്തിൽ നിന്ന് വന്ന വാക്കാണ്. പൊങ്ങച്ചം പാടില്ല. രണ്ടാമത്തത് ഗുരുനാഥൻ. മൂന്നാമത്തത് ഭക്ഷണം. ഈ 6 വാക്കുകളും കൃത്യമായി എഴുതിയാൽ ഓരോന്നിനും നല്ല മാർക്കുകളാണ്. ലഫ്ദഉൻ എന്നുള്ളതിന് 8 മാർക്ക്, യസൂമു എന്നുള്ളതിന് 8 മാർക്ക്, ലാ തദ്രിബ് എന്നുള്ളതിന് 9 മാർക്ക്, പൊങ്ങച്ചം പാടില്ല എന്നുള്ളതിന് 12 മാർക്ക്, ഗുരുനാഥൻ എന്നുള്ളതിന് 7 മാർക്ക്, ഭക്ഷണം എന്നുള്ളതിന് 6 മാർക്ക്. അങ്ങനെ ഈ ഇംലാഇന് 50 മാർക്കും നേരത്തെ പറഞ്ഞ ഓറൽ ടെസ്റ്റിന് ചോദിച്ച് അതിന് മറുപടി പറയുന്ന അതിന് 50 മാർക്ക്. അങ്ങനെ ആകെ 100 മാർക്കാണ് ഈ ദീനിയാത്തും അഖ്ലാഖിലും ഉള്ളത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, എഴുതാനുള്ളത് എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.